ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിലേക്ക് എൻ്റെ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം ആർജെ മഞ്ജിത്ത്. ഈ ഫ്രണ്ട്ഷിപ്പിന് നമ്മുടെ ലൈഫിൽ വലിയൊരു സ്ഥാനം തന്നെ കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം ഒരു 2 ദിവസം മുന്നേ എൻ്റെ ഒരു പഴയ ഫ്രണ്ട്, അതായത് ഒരു 6-7 വർഷമായി ഞാൻ അവരോട് സംസാരിച്ചിട്ട്, പുള്ളി എന്നെ വെറുതെ ഒന്ന് ഫോൺ ചെയ്തു. ഫോൺ എടുത്ത് കുറേ നേരം പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ ഈ ഓർമ്മകൾ അയവിറക്കുക എന്ന് പറയുന്നില്ലേ, അതൊക്കെയാണ് സംഭവിച്ചത്. ആ ഫോൺ കോൾ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ ലൈഫിൽ പലപ്പോഴും മാറ്റർ ചെയ്യുന്നത് നമുക്ക് എവിടെയാണ് ജോലി, അല്ലെങ്കിൽ നമ്മൾ എത്ര കാശ് ഉണ്ടാക്കി, ഇതൊന്നും അല്ല മാറ്റർ ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ കുറച്ച് നല്ല സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും നമ്മുടെ ലൈഫിലെ സമ്പത്ത് എന്ന് പറയുന്നത് അല്ലേ. സോ വാല്യൂ യുവർ ഫ്രണ്ട്ഷിപ്പ്, അടിച്ചു പൊളിക്കുക ആൻഡ് മേക്ക് സോ മെനി ഗുഡ് മെമ്മറീസ്. ഇനി നമുക്ക് മെല്ലെ ഇന്നത്തെ ആക്ച്വൽ പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഇന്ന് നമ്മളോടൊപ്പം ഒരു വിശിഷ്ടാതിഥിയുണ്ട്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു MLA ആണ്, അതിലുപരി സത്യം ഒരു മറ പോലും ഇല്ലാതെ വെട്ടി തുറന്നു പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവും കൂടിയാണ്. അത് മറ്റാരുമല്ല, നമുക്കെല്ലാം സുപരിചിതനായ ശ്രീ PC ജോർജ്. പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കിന്നൊരു വളരെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാം മനം കവർന്ന തൈക്കുടം ബ്രിഡ്ജ് എന്ന മ്യൂസിക് ബാൻഡിലെ ക്രിസ്റ്റീൻ എന്ന ടാലന്റഡ് സിംഗറിന്റെ ഓഗസ്റ്റ് 26-ാം തീയതി അദ്ദേഹത്തിന്റെ വിവാഹമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റീൻ ചോദിച്ചിരിക്കുന്ന ഡെഡിക്കേഷൻ തന്റെ ഭാവി വധുവിന് വേണ്ടിയിട്ട് തന്നെയാണ്. തൈക്കുടം ബ്രിഡ്ജിന്റെ നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട നോസ്റ്റാൾജിയ എന്ന ആ ഫ്യൂഷൻ സോങ്ങിലെ ക്രിസ്റ്റീൻ തന്നെ പാടിയ ചിങ്കാര കിന്നാരം എന്ന മിന്നാരത്തിലെ ആ റീമേക്ക് സോങ് ആണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഡെഡിക്കേഷൻ. സോ ഡെഡിക്കേഷൻ പ്ലേ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ എല്ലാവരുടെയും വക ഹാപ്പി മാരീഡ് ലൈഫ്, എല്ലാ നന്മകളും നേരുന്നു. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സോങ്സ് ഡെഡിക്കേറ്റ് ചെയ്യാം, ആൻഡ് ഐ വിൽ ഡെഫിനറ്റ്ലി പ്ലേ ദാറ്റ് ഫോർ യു. എനിക്ക് ഇമെയിൽ അയച്ചാൽ മതി. എൻ്റെ ഇമെയിൽ ID is manjit@malayalifm.com. It's manjit@malayalifm.com. സോ ചിങ്കാര കിന്നാരം ഉൾപ്പെടെ 4 റീമേക്ക് സോങ്സ് ഉള്ള ഈ നൊസ്റ്റാൾജിയ സോങ് നമുക്ക് കേട്ടിട്ട് വരാം. ആൻഡ് ദെൻ വി ഹാവ് PC ജോർജ്, അൺകട്ട് ആൻഡ് അൺസെൻസേർഡ്. You are listening to Life is Beautiful with Manjit. Enjoy. മന്ദാരച്ചപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം വാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. വെള്ളരിപ്പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളി പപ്പാളി അച്ചിങ്ങ മച്ചിങ്ങ പിച്ചിങ്ങയോടത്ത് പിച്ച നടന്നു ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി, രാവിൽ നിലാവിൽ ദൂരെയൊരാൾ മരച്ചോട്ടിലിരുന്നു, മാരിവിൽ ഗോപുര മാലിക തീർത്തു, അതിൽ നാം ഒന്നായാടി പാടി. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ
അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേവാ പുന്നാരം പുന്നാരം. കുറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം. കുഞ്ഞിക്കുളിരമ്പിളിയേ ചെല്ലച്ചെറുക്കുമ്പിളിലെ മമ്മമ്മാവുണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ 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 ഓ വാ വാ ഓ. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേവാ പുന്നാരം പുന്നാരം. ചങ്കൂറ്റമുള്ള രാഷ്ട്രീയ നേതാവ്, ദ മാൻ വിത്ത് ഗട്സ്. തന്നെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒരുപോലെ കൊടുത്ത വിശേഷണങ്ങൾ. കേരള രാഷ്ട്രീയത്തിൽ തന്റെ ഇടത്തിന്റെയും അതേസമയം നർമ്മത്തിന്റെയും പ്രതീകമായി മാറിയ ശ്രീ പി സി ജോർജ്. മലയാളി FM-ലെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സാറിന് സ്വാഗതം. സ്വാഗതം, തീർച്ചയായും സ്വാഗതം. എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? ഒന്നുമില്ല, ഇങ്ങനെ പൊതുപ്രവർത്തനമല്ലേ, ഒരു ദിവസം ഉറങ്ങാൻ നേരം കിട്ടാതെ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നു. ഇന്നും ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയത് കൊണ്ട് ഇവിടെ ഒത്തിരി ആളുണ്ട്. അവരെ നിവേദന ഓരോ ആവശ്യം വന്നിട്ട് അവരുടെ കാര്യം കഴിയുമ്പോൾ കിടന്ന് ഉറങ്ങണം എന്നാണ് ആഗ്രഹം. രാവിലെ ഏക്കണ്ട 5:30 ഏക്കണമല്ലോ. ഒരു ദിവസം എത്ര നേരം ഉറങ്ങാൻ കിട്ടുമോ? അപ്പോൾ 4 മണിക്കൂർ കിട്ടിയാൽ പാറ്റിയ, 5 മണിക്കൂർ അതിലേറെ പാറ്റിയെന്ന് എൻ്റെ അഭിപ്രായം. ഈ മാസം 28-ന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് സാറ് തന്നെ പറയുമോ ഞാൻ പറയണോ? 28 എന്താ പ്രത്യേകത? ഈ മാസം 28 ആഗസ്റ്റ് 28. അതെ, 28 വ്യാഴാഴ്ചയാണല്ലോ. ഈ മാസത്തെ അവസാനത്തെ വ്യാഴാഴ്ചയാണ്. പ്രായം പറയാമോന്ന് അറിയില്ല, എന്നാലും പറയാണ് സാർ. പി സി ജോർജിന് 63 വയസ്സ് തികയാണ്. ചുമ്മാ പറയുന്നു, വെറുതെ. എനിക്ക് 40 വയസ്സായിരുന്നു. എനിക്ക് ആരെ ഈ കളവൊക്കെ പറഞ്ഞിട്ടുണ്ട്? എന്തോ ഒരു കളിക്കാ ഞാന്. സോറി. ശരിയാണത്, ജന്മദിനാണ്. ആഗസ്റ്റ് 28 സത്യമാണ്. കണ്ടാൽ 40 പറയുമെങ്കിലും സാറിന് 63 ഞാൻ അത് പച്ചക്കള്ളാണ്. അത് ആ റിക്കാർഡ് തെറ്റാണ്. എനിക്ക് ആകെപ്പാടെ 50 വയസ്സ് കഴിഞ്ഞ് ഇതുവരെ സംബന്ധിച്ചിട്ടില്ല. 40 കഴിഞ്ഞ കൊല്ലം 39 ഇക്കൊല്ലം 40 അംഗീകരിച്ചു. തർക്കം പറയാൻ പറ്റില്ല. ഒരു വർഷം കൂട്ടണ്ടേ. ഉഷ ചേച്ചിയോട് ചോദിക്കേണ്ടി വരുമോ? 10 വയസ്സ് ഞാൻ മറന്നുപോയി. ഉഷ ചേച്ചിയോട് ചോദിച്ചാൽ സത്യം അറിയാം. അവള് കുഴപ്പക്കാരിയാണ്. അവള് വരുന്നോടെല്ലാം BC 80 പറയുന്നത്. എന്ത് ചെയ്യും, അവൾക്ക് കുശിപ്പായതോട്. ഈ 63 വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പിടി നല്ല ഓർമ്മകൾ എന്ന് പറയാൻ പി സി ജോർജിന് എന്താണുള്ളത്? എനിക്ക് ജീവിതത്തിൽ നല്ല ഓർമ്മകൾ മാത്രമുള്ളൂ. ആ ദുഃഖിക്കുന്ന ഓർമ്മകൾ എന്ന് പറയുന്നത് ചേട്ടന്റെ മരണം, അനിയന്റെ മരണം, അപ്പന്റെ മരണം, അമ്മയുടെ മരണം, എന്റെ അനിയന്റെ മകന്റെ മരണം. ഈ മരണങ്ങളും പിന്നെ അത് എന്നെ ഏറ്റവും വലിയ എന്നെ
അമ്മയും എൻ്റെ അപ്പൻ്റെയും മരണം സത്യത്തിൽ എൻ്റെ ഭയങ്കരമായ സീരിയസ് സംഭവമാണ്. ഈ അടുത്ത കാലത്താണ് എൻ്റെ അനിയൻ്റെ ഒരു മകൻ, 2 പിള്ളേരായാലും ഒരു കൊച്ച് വണ്ടി ആക്സിഡന്റ്, മോട്ടോർ സൈക്കിൾ ആക്സിഡന്റ് മരിച്ചു. അത് ഭയങ്കര ദുഃഖം ഉണ്ടാക്കി. അത് ഇങ്ങനെ പല ദുഃഖങ്ങളുണ്ട്. അതല്ലാതെ ഓരോ മരിച്ച വീടുകളിൽ ചെല്ലുമ്പോഴുള്ള വേദനയ്ക്ക് അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പൂഞ്ഞാർ മങ്കുഴിയല്ല, നമ്മുടെ പൂഞ്ഞാറിലൊരു സ്ഥലത്ത്, പൂഞ്ഞാർ നമ്മുടെ മങ്കുഴിയല്ല, നമ്മുടെ ആ ഭാഗത്ത് ചെന്നപ്പോൾ മരിച്ചു വീട്ടിൽ ചെന്ന് 45 വയസ്സുള്ള ഒരു സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത്. ആ സ്ത്രീയെ ചെവിയിലേക്ക് എടുക്കുകയാണ്. പിള്ളേരും ആ കാരണന്മാരെല്ലാം കൂടെ വലിയ വായിൽ കരയുകയാണ്. ഈ 4 കുഞ്ഞുങ്ങളെ ആര് നോക്കുന്നുള്ള, അത് കരയാതിരിക്കാൻ പറ്റും. മനുഷ്യകൃതയുള്ളവൻ കണ്ടു എന്നറിയില്ലോ. അപ്പൊ അവര് കഴിഞ്ഞ ആഴ്ചയിലും സാറിനെ വന്ന് കണ്ട് ഞങ്ങളുടെ പെണ്ണാണ് ഈ മരിച്ചു കിടക്കുന്നതാണ് അവർ കിടന്നത്. അവർ എൻ്റെ അടുത്ത് വന്നിച്ച് പോയതാ. പക്ഷേ കുടുംബകാര്യമോ ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങളായിട്ട് അവർ ഭർത്താവും ഭാര്യയും ഏത് നിസ്സാര കാര്യമുണ്ട് ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ഒരു കുടുംബമാണ്, ഒരു പാവപ്പെട്ട കുടുംബം. അതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിലയും വിഷമവും വളരെ വലുതാണ്. പിന്നെ ഒരു വിഷമം എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ തുറന്നു പറയുന്നുണ്ടോ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന അപജയം, ജനാധിപത്യത്തിന് വിലയില്ല, മുഴുവൻ അഴിമതി, 1,25,000 കോടി രൂപയുടെ അഴിമതി, 1,30,000 കോടി രൂപ അഴിമതി എന്ന് കേൾക്കുമ്പോൾ ഈ രാജ്യം എങ്ങോട്ടാണ്? ഒരു ജനാധിപത്യ രാജ്യം, ഗാന്ധിജി രാജ്യമല്ലേ. അത് ഈ കൊച്ചു കേരളത്തിൽ അതുപോലെ തന്നെ. കൊച്ചു കേരളത്തിന് ഗതി എന്താ? ഈയിടെ ഓപ്പറേഷൻ കുബേര തുടങ്ങി നമ്മുടെ ആഭ്യന്തരമന്ത്രി നമ്മുടെ രമേശ് ചെന്നിത്തല. വളരെ സന്തോഷം തോന്നി. പക്ഷെ ഇപ്പോ ആ കുബേര പോയി എന്ന് ചെന്ന് കഴിയുമ്പോഴത്തേന് ഈ കേരള സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ അനാശാസ പ്രവർത്തനങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുബേര ഉണ്ടായത് കൊണ്ടാണല്ലോ ഉണ്ടായത്. ഒന്ന് ആലോചിക്കുക, എന്താണ് ഈ രാജ്യത്ത് നടന്നത്? ഈ കേരളത്തിൽ പോലും നടന്നിരുന്ന കാര്യങ്ങൾ ഇപ്പോഴല്ലേ പുറത്തു വരുന്നത്? വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന അനാശാസ്യ പ്രവർത്തനങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളും വൃത്തികേടുകളും അഴിമതികളും എന്ന് വേണ്ട ഒന്ന് ആലോചിച്ച്. ഇതൊക്കെ ഒരു മലയാളി എന്ന നിലയിൽ ദുഃഖിയായിരിക്കാൻ പറ്റുമോ? നമ്മുടെ MLA-മാരെ പറ്റി, മന്ത്രിമാരെ പറ്റി പോലും ഇങ്ങനെ പേരുദോഷം കേൾക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ വേദനാജനകമാണ്. അതിന്റെയൊക്കെ സാഹചര്യം എന്തെന്നുള്ളതാണ് ഞാൻ ദുഃഖത്തോട് ഓർക്കും. ഇതൊക്കെ വലിയ മനപ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതല്ലാതെ വേറെ എന്താ ഇതിനകത്ത് പേര് പറയുക? എന്നാലും ഒരുപിടി നല്ല ഓർമ്മകൾ, ഇതെല്ലാം ഒരു നെഗറ്റീവ് സൈഡ് ആണല്ലോ സാർ. ഒരു നല്ല ഹാപ്പി മെമ്മറീസ് എന്ന് പറയാം. സന്തോഷം. എനിക്ക് എന്നെ വേദനിപ്പിക്കുന്നത് എനിക്കിപ്പോ എന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഞാൻ തുറന്നു പറയാം. അടുത്ത തലമുറയാണ്. നമ്മുടെ മലയാളികൾ മുഴുവൻ രക്ഷപ്പെടണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇപ്പൊ എന്റെ നിയോജകമണ്ഡലത്തിൽ എല്ലാ സ്കൂളിലും ഞാൻ ഈ പിള്ളേർക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് കോഴി ബിരിയാണി പിള്ളേർക്ക് മുഴുവൻ സാറന്മാർക്ക് കൊടുക്കും. 100% ജയമാണ് എന്റെ ആവശ്യം. അതിപ്പോ എല്ലാ സ്കൂളിലും തന്നെ 100% ആകാറായിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, പോകുന്നുണ്ട്. പക്ഷേ ഗുണപരമായ വിദ്യാഭ്യാസം എന്ന് പറയാൻ കഴിയുന്നില്ല. എന്റെ ഒരു കാഴ്ചപ്പാട് 10ാം ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിച്ചിരിക്കണം. അറബിയെപ്പറ്റി ഞാൻ പറയുമ്പോൾ അറേബ്യൻ രാജ്യത്താണല്ലോ കൂടുതൽ തൊഴിലവസരം. അറബിയെപ്പറ്റി സാധാരണ ഒരു അറിവും കൂടെ 10ാം ക്ലാസ് പാസ്സാകുന്ന പിള്ളേർക്ക് ഉണ്ടാകണം എന്ന നിലയിൽ ഞാനിപ്പോൾ എന്റെ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ സ്കൂളിലും ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിന്റെ യോഗങ്ങൾ, സമ്മേളനങ്ങൾ, ഹെഡ്മാസ്റ്റർമാരെയും സാറന്മാരെയും ത്രിതല പഞ്ചായത്ത് മെമ്പർമാരെയും ഒക്കെ വിളിച്ച് നിറവ് പദ്ധതി എന്ന് പേരിട്ടിരിക്കുക. ഇങ്ങനെ നടക്കുകയാണ്. അത് 2 കൊല്ലത്തേക്ക് സമ്പൂർണ്ണമായ ഒരു നടവ് പദ്ധതിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ 2 കൊല്ലം കൊണ്ട് അത് വളരെ ശക്തമായി നടപ്പാക്കും. അതോടുകൂടി 10ാം ക്ലാസ് പാസ്സായി വരുന്ന എന്റെ നിയോജകമണ്ഡലത്തിൽ എന്റെ മകളോ മകനോ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായും ആരുടെ മുന്നിലും വലിയ നാണക്കേടില്ലാതെ ഇന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിവുള്ളവരായി അവരെ മാറ്റും. കണ്ടും തൊട്ടും അനുഭവിച്ചും അറിയാനുള്ള അവസരം സ്മാർട്ട് ക്ലാസ് ഉൾപ്പെടെ ഉണ്ടാക്കി എല്ലാ സ്കൂളും 101 സ്കൂളാവുള്ളൂ. എല്ലാ സ്കൂളുകളും ആ നിലയിലാക്കി എടുക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലേക്ക് ഞാൻ പോവുകയാണ്. അതിന്റെ പ്രവർത്തനത്തിനാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ PC ജോർജ് എന്തെങ്കിലും ഒരു കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയാവുകയാണെങ്കിൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അല്ലേ? വേണ്ട. എനിക്ക് അങ്ങനെ മന്ത്രിസ്ഥാനത്തെ പറ്റി ആഗ്രഹം, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എനിക്ക് ആകെപ്പാടെ ഒരു ആഗ്രഹം മനസ്സിൽ വന്നിട്ട് സ്പീക്കർ ആവണമെന്നൊരു ആഗ്രഹം വന്നിട്ടുണ്ട്. ഏത് ആഗ്രഹം വന്നു വിചാരിച്ചാൽ അതിനുവേണ്ടി ആരെങ്കിലും കാലു വരാനോ പിടിച്ചു പറിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും ഞാനില്ല. എല്ലാവരും കൂടി സ്പീക്കർ ആയിക്കോളാൻ പറഞ്ഞ് ഞാനാവില്ല. ഞാൻ ഇതുപോലൊക്കെ നടന്നോളാം. എനിക്ക് ഒരു സ്ഥാനവും തരണ്ട. MLA പണി തന്നെ കൂടുതലാണെന്ന് എന്റെ അഭിപ്രായം. ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പ്രോഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ കുസൃതി ചോദ്യം ചോദിക്കുന്നുണ്ട് സാർ. എന്ത് വേണം ചോദിച്ചു, ഒരു വിരോധവും സാറ് കുറച്ചു മുന്നേ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഒരു ചെകിടത്ത് അടി കിട്ടിയാൽ മറ്റേ ചെകിടം കാണിച്ചു കൊടുക്കണമെന്ന്. PC ജോർജ് അങ്ങനെയാണോ? അതായത് ഗാന്ധിജി ഗാന്ധി യേശുദേവനും അങ്ങനെ പറഞ്ഞു, ഒരു ചെവിടത്ത് അടി കിട്ടിയാൽ അടുത്ത ചെവിട് കാണിച്ചു കൊടുക്കണം. പക്ഷേ
അത് കഴിഞ്ഞ് എന്നാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ പ്രശ്നം. അത് കഴിഞ്ഞുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്ന് കിട്ടി ഒന്നുകൂടെ അടിച്ചോളാകുമ്പോ രണ്ട്, പിന്നെ അവൻ അടിക്കുകയാണെങ്കിൽ മെയിൽ അവൻ അടിക്കാതാക്കി വിട്ടേക്കണമെന്ന്. അത് യേശുവും പറഞ്ഞില്ല, ഗാന്ധിയും പറഞ്ഞിട്ടില്ല, മിണ്ടതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആ ബാക്കി ഭാഗമാണ് വീശിയോറി പറയുന്നത്. മനസ്സിലായില്ല. ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഏത് പൊതുയോഗത്തിൽ എവിടെ ചെന്ന് സംസാരിച്ചാലും ഞാൻ പ്രസംഗിച്ചങ്ങ് പോകാറില്ല. വേറെ പ്രസംഗം നിർത്തുന്നതിന് ഞാൻ ചോദിക്കും, എനി ക്വസ്റ്റ്യൻ, എനി സബ്ജക്ട്, ആര് എത്ര ജനങ്ങളുണ്ടെങ്കിലും ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ആർക്കും എന്തും ചോദിക്കാം. കാരണം ജനാധിപത്യം അതല്ലേ, അതിന് ഉത്തരം പറഞ്ഞിട്ട് ഞാൻ പോകാറുള്ളൂ. അല്ലാതെ നമ്മൾ ഈ വഴക്കിന്റെ മയ്യാതിരിക്കൊന്നും ഇല്ലെന്നേ. പിന്നെ ഒരുത്തൻ എന്താന്ന് ആരടാന്ന് ചോദിച്ചാൽ പിന്നെ ഞാനാണ് എന്ന് കരയാൻ നേരില്ല, എന്താന്ന് ചോദിക്കും. അതല്ലാതെ പിന്നെ ഓടാൻ പറ്റുമോ? ഞാൻ ഇന്ത്യൻ പൗരനാണ്, സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ പൗരാവകാശമുള്ളവനാണ്. എല്ലാവരും അതാണ്. അത് മനസ്സിലാക്കി ഞാൻ ജീവിക്കണം, എല്ലാവരും ജീവിക്കണം എന്നാണ് എന്റെ ഒരു സ്റ്റാൻഡ്. അത്ര ഒരു കാര്യം മനസ്സിലായി. അപ്പൊ രണ്ടാമത്തെ ചെകിടത്ത് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ കാണുന്നത് നാട്ടുകാരും അറിയത്തില്ല. പിന്നെ എന്നാ ചെയ്യണം എന്നുള്ളത് നമുക്കറിയാൻ പാടില്ലേ? അവൻ അങ്ങനെ ഒരു അവിടെയും കാണിക്കുന്നതിനൊക്കെ വിട്ടിട്ട് കാര്യമുണ്ട്. ചുമ്മാ നടക്കുന്നിടത്തും ചെവിട്ടത്ത് അടിക്കുക, അവൻ മറ്റേ ചുവട് കാണിച്ചു പോകുക, എന്നിട്ടും അടിക്കുക. പിന്നെ അവൻ ലോകത്താരെ തല്ല അവന് അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അതേ രീതി ജോലി ചെയ്യണമെന്ന് എന്റെ അഭിപ്രായം. 40 വർഷത്തിലേറെ ആയല്ലേ സാർ രാഷ്ട്രീയ ജീവിതം? 1940 നല്ലതിന് കൂടുതലായിരുന്നു. ഞാൻ ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് വന്ന ഈ 1970 കാലഘട്ടത്തിൽ തേവര കോളേജ് പഠിക്കുമ്പോഴാണ്. അപ്പൊ 44 വർഷമാകുന്നു. സാറിന്റെ ഫേസ്ബുക്ക് പേജില്, അത് ഒഫീഷ്യൽ ആണോ അൺഒഫീഷ്യൽ പേജ് ആണോ എന്നറിയില്ല, അതില് കവർ ഫോട്ടോയില് ഏതൊരു പൗരനും ഒരു രാഷ്ട്രീയക്കാരിൽ നിന്നും ആഗ്രഹിക്കുന്ന വളരെ സിമ്പിൾ ബട്ട് പവർഫുൾ ആയിട്ടൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള മെസ്സേജ്. അതായത് ദൈവത്തെ പറ്റി ചിന്തിക്കണമെന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമാണോ ഉദ്ദേശിക്കുന്നത്? അഴിമതിരഹിതമായിരിക്കണം എന്ന് പറഞ്ഞാൽ അതാണോ? അതില് കവർ ഫോട്ടോയില്, അതിന്റെ ഒരു മെയിൻ ഫോട്ടോയില് ഒരു മെസ്സേജ് ഉണ്ട്. ഞാനത് സാറിന് വേണ്ടി പറയാം. അതിൽ എഴുതിയിരിക്കുന്നത് ദ ട്രൂത്ത് അൺകട്ട് ആൻഡ് അൺസെൻസേർഡ് എന്നാണ്. അതല്ലേ സത്യം? ഈ സ്റ്റേറ്റ്മെന്റിൽ 100% സത്യം ഉണ്ടോ സാർ? ഉണ്ട്, ഒരു സംശയം. പക്ഷേ എന്തെങ്കിലും ഒരു കാലത്ത് മേ ബി തന്റെ ഗുണത്തിന് വേണ്ടിയിട്ടല്ല, ഒരുപക്ഷെ തന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടോ അതിൽ നിന്നും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നടക്കില്ല. പാർട്ടി പ്രവർത്തനത്തിനിടയിൽ അതിൽ എന്തെങ്കിലും വന്നെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കഴിവെങ്കിൽ ഞാൻ അനുവദിക്കില്ല. അത് ഞാൻ അറിയണമെന്ന് നിർബന്ധമില്ല, പാർട്ടിയല്ലേ. പക്ഷെ എങ്കിലും ഞാൻ ശ്രമിക്കും അങ്ങനെ ആയിരിക്കും. സ്വന്തം പാർട്ടിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ സത്യം കുറച്ച് മറച്ചു വെച്ചേക്കാം അല്ലേ? സത്യം മറച്ചു വെക്കല്ല, എല്ലാ സത്യങ്ങളും വിളിച്ചു പറയണമെന്ന് നിർബന്ധമില്ല എന്ന് പറയും. ഇതുപോലെ ചില സത്യങ്ങൾ രാഷ്ട്രീയമായ കാരണങ്ങളാൽ മിണ്ടാൻ കഴിയാതെ വരാമെന്ന സാഹചര്യം ഉണ്ട്. ഇങ്ങനെ ഒളിച്ചു വെക്കുന്നു. അങ്ങനെ വന്നാലും കഴിയുന്നത്ര ഞാൻ സത്യം പറയും. പക്ഷെ നിവൃത്തിയില്ലാത്ത സാഹചര്യം ഉണ്ടായാൽ ഞാൻ ചിരിച്ച് കളയാൻ ശ്രമിക്കേണ്ടി വരും. സത്യം ഒരു മറ പോലും ഇല്ലാതെ ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ് സാർ, എപ്പോഴെങ്കിലും താൻ ചെയ്തത് കൂടിപ്പോയെന്ന് സാറിന് തോന്നുന്നുണ്ടോ? കൂടിപ്പോയി എന്ന് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കടുപ്പിച്ച് വർത്താനം പറയേണ്ടി വരും. അത് കഴിയുമ്പോൾ ചിലപ്പോൾ അത്ര വേണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിഷ്പക്ഷമായി തന്നെ ചിന്തിക്കും, പറഞ്ഞു നന്നായി എന്ന് തോന്നാറുണ്ട്. മനസ്സിലായില്ലേ? പറഞ്ഞു നന്നായി, ആരെങ്കിലും ഇതൊക്കെ പറയണ്ടേ എന്നൊരു ചിന്ത വരുമ്പോൾ പറഞ്ഞു നന്നായി എന്നും തോന്നാറുണ്ട്. പിന്നെ ചിലപ്പോൾ കടുപ്പിച്ച് തന്നെ പല ആളുകളോട് സംസാരിക്കുകയാണ്. ഞാൻ ഈ പത്രക്കാരോട് സംസാരിക്കുന്നതല്ല, ഇവിടെ ഇങ്ങനെ ആളുകൾ വരുമ്പോൾ തികച്ചും വൃത്തിയിട്ട ഇടപാട് കേട്ട് ഓരോരുത്തരൊക്കെ മോട്ടിച്ചും പിടിച്ചു വിളിച്ചു പറയും. ഞാൻ ചീത്ത വിളിക്കും, തന്തയ്ക്ക് വിളിക്കാറുണ്ട്. എന്തിനാ വിളിച്ചു വെക്കുന്നത്? അവര് ശരിയായിട്ട് ഉദ്യോഗസ്ഥന്മാർ ശരിയായിരിക്കുമ്പോൾ ഞാൻ വളരെ ശക്തമായി പ്രതികരിക്കാറുണ്ട്. അതൊന്നും വേണ്ടെന്ന് തോന്നിട്ട് കാര്യമില്ല. അത് വേണം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് നീതി വേണ്ടേ, അതുകൊണ്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു മലയാള ചലച്ചിത്രത്തിലെ ഒരു കഥാപാത്രത്തെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന്റെ ഡയലോഗ് കേട്ടിട്ട് ഇത് തനിക്കുമായി സാമ്യമുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സാറിന്? ഇല്ല. കാരണം ഞാൻ അങ്ങനെ സിനിമ കാണുന്ന ഇടപാടില്ലെന്നീ. അത് ഈ രാത്രി പാതിരാ സമയം 11 മണിക്കോ 12 മണിക്കോ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ടെലിവിഷൻ വെക്കും. ആ ടെലിവിഷനകത്ത് എന്നതാണോ വരുന്നത് അത് കണ്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ സിനിമയാണ്, ചിലപ്പോൾ കണ്ടൊന്നും ഇരിക്കാം. അതല്ലാതെ ഇങ്ങനെ ഒരു തിയേറ്ററിൽ പോയി ഇരുന്ന് സിനിമ കണ്ടിട്ട് എത്രയോ വർഷമായി. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം 2-2.5 മണിക്കൂർ തിയേറ്ററിൽ കുത്തിയിരിക്കുക എന്നെപ്പോൾ ഒരാൾക്ക് പറ്റില്ല. അതാണ് പ്രശ്നം. പക്ഷേ എനിക്ക് സാമ്യം തോന്നിയ ഒരു ഡയലോഗ് ഉണ്ട് സാർ, ഒരു വളരെ പ്രസിദ്ധമായ ഒരു മലയാള ചലച്ചിത്രത്തിൽ നിന്ന്. ഞാൻ അതൊന്ന് സാറിന് വേണ്ടി ഇപ്പൊ പ്ലേ ചെയ്യാം. എന്നതാ രണ്ടാമത് ഇംഗ്ലീഷിൽ പറഞ്ഞു? ഔട്ട് പോക്കൺ എന്നതാ? ഔട്ട് പോക്കൺ. സ്പോക്കൺ അല്ലടാ, സ്പോക്കൺ. ഔട്ട് സ്പോക്കൺ. ആ അത് തന്നെ. അതിന്റെ കുറവ് ഇപ്പം സഹിച്ചോളാം കേട്ടോ തിരുമേനി. കർത്താവിന്റെ കാര്യത്തിലും അതെ,
കള്ള് കച്ചവടത്തിലും അതെ. എനിക്കൊരു മെത്രാച്ചന്റെ ഇടനില വേണ്ട. മനസ്സിൽ വെച്ചോ തിരുമേനി, ഐ ആം ഔട്ട് സ്പോക്കൺ. ആടാ ഔട്ട് സ്പോക്കൺ, അതാണ് സാർ എനിക്ക് സാമ്യം തോന്നിയത്. അതൊന്നും എനിക്കറിയില്ല. ജഗതികളാണോ? എന്താ, ഇത് 1997 ലേലം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു. ജോഷി സംവിധാനം ചെയ്ത് MG സോമൻ പറഞ്ഞൊരു ഡയലോഗാണ് സാർ ഇതില്. അതെ, സോമൻ സാർ. അതെ, സോമൻ സാറിന്റെ വളരെ പവർഫുൾ ഒരു ഡയലോഗാണിത്. നല്ല മനുഷ്യനായിരുന്നു. നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓ, എത്രയോ പ്രാവശ്യം. അദ്ദേഹം നമ്മുടെ മാമൻ മത്തായി MLA ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. മാമൻ മത്തായി ഞാൻ മഴഗ്രൂപ്പായിട്ട് ഭയങ്കര ശത്രുവിലായിരുന്നു. മാമൻ മത്തായി എന്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഓക്കെ. അപ്പൊ മാമൻ മത്തായി ഇങ്ങനെയായിട്ടുള്ള ബന്ധത്തിന്റെ പേര് ഞാനും കൂടുതലായിട്ട് അദ്ദേഹമായിട്ട് അടുപ്പമുണ്ടായി. അങ്ങനെ നല്ല ബന്ധമുണ്ട്. ഓക്കെ. ഈ ഇടയ്ക്ക് സാറിന്റെ മരുമകളായ പാർവതിയും ഇതേ വാക്ക് യൂസ് ചെയ്തിരുന്നു. ഒരു പ്രമുഖ ചാനലിലെ ഇന്റർവ്യൂവില് ഔട്ട് സ്പോക്കൺ എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു. എനിക്കും സാമ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് മലയാള ചലച്ചിത്രങ്ങൾ അധികം കണ്ടിട്ടില്ല എന്നാണോ പറയുന്നത്? അല്ല, അങ്ങനെ എവിടെ ഞാൻ എന്റെ ഭാര്യ ഈ സിനിമ കാണിച്ചു കയറിയായിരുന്നു. ഇപ്പൊ അവളും നിർത്തി അത് തീരുമാനിക്കുന്നത്. സിനിമ എന്ന് പറഞ്ഞാൽ അവളും അവിടെ അപ്പനും അമ്മയും 2 ആംഗളം വരെ അവിടെ എണീറ്റ് ചിലവുള്ള സിനിമ മുഴുവൻ കണ്ടു നടക്കുകയായിരുന്നു. ഞാൻ സിനിമ കാണുകയില്ല. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ. പക്ഷെ അവള് നിർബന്ധിച്ച് സിനിമ വെക്കാൻ പോയി. അപ്പൊ അവൾക്ക് സമയം കിട്ടാറില്ല, അവളും പോകാറില്ല. വളരെ ചുരുക്കമായിട്ട് അവളും പോകാറില്ല. ഔട്ട് സ്പോക്കൺ, അൺബീറ്റബിൾ, അൺഷേക്കബിൾ. PC ജോർജ് എന്ന രാഷ്ട്രീയ നേതാവിന് വിശേഷണങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ PC ജോർജ് എന്ന വ്യക്തി, PC ജോർജ് എന്ന ഗൃഹനാഥന് വിശേഷങ്ങൾ എന്തൊക്കെയാണ് സാർ? ഞാൻ ഒരു പാവം നല്ല മനുഷ്യൻ ധൈര്യമായിട്ട് വിശ്വസിച്ചുകൊള്ളുക. മനുഷ്യ ഹൃദയമുള്ള, ദൈവത്തെ ഭയപ്പെടുന്ന, തെറ്റിനെ എതിർക്കുന്ന ഒരു പാവം മനുഷ്യൻ എന്ന് നിങ്ങൾക്ക് ധൈര്യമായി പറയാം. ചേച്ചിയോട് സത്യം ചോദിക്കണോ? ചോദിച്ചോളൂ, ആരോട് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി സാർ? 1981 ജനുവരി 25 നല്ല ഓർമ്മയാണ്. എപ്പോഴെങ്കിലും മറന്നതിന് അടി കിട്ടിയോ? അതുകൊണ്ടാണ് ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. അല്ലല്ല, ഈ ജനുവരി 25 ഓർക്കാൻ കാരണം അന്ന് അത് ഇവിടെ ഒരു പെരുന്നാളായിരുന്നു അർത്ഥം. അപ്പൊ അങ്ങനെ ഞാൻ കല്യാണത്തിന് വീട്ടിൽ നിന്ന് ഞാൻ നടന്നാണ് പള്ളിയിലോട്ട് പോയത്. ഓക്കെ. അപ്പൊ എല്ലാവരും എന്റെ നാട്ടുകാർ മുഴുവൻ കൂടിയ കല്യാണമായിരുന്നു. വളരെ സന്തോഷം. അന്ന് ഞാൻ ഈ സിഗരറ്റൊക്കെ വലിക്കുന്ന കാലം. അതുകൊണ്ട് എല്ലാവർക്കും ഒരു കേക്കും ഒരു ചായയും ഒരു സിഗരറ്റുമാണ് കൊടുക്കുന്നത്. ഉള്ളത് സത്യം പറയണമല്ലോ. ഇപ്പൊ സിഗരറ്റ് വലി നിർത്തിയത് മാത്രമല്ല, സിഗരറ്റ് വലിക്കുന്നവർ ഓടിയില്ല എന്റെ പണി ഇപ്പൊ. ഞാന് വായിച്ചത് ശരിയാണെങ്കിൽ അസംബ്ലി ഇലക്ഷന് വേണ്ടി നിന്ന PC ജോർജ് എന്ന സ്ഥാനാർത്ഥി ഹോം സയൻസ് പഠിച്ചുകൊണ്ടിരുന്ന ഉഷ ചേച്ചിയെ കണ്ടുമുട്ടുകയായിരുന്നു. ശരിയാണോ? ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോ അൽഫോൺസ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഉഷ എന്ന പെണ്ണിനെ വീട്ടിൽ വെച്ച് കാണുക. ആ സത്യം എനിക്ക് തോന്നുന്നു ആരും പുറത്ത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ വായിച്ച ഒരു വെർഷൻ ഇങ്ങനെയായിരുന്നു, അതാണ് ഞാൻ ചോദിച്ചത് സാർ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കെട്ടാൻ പോകുന്നൊക്കെ പാട്ടായി, അൽഫോൺസ കോളേജ് പാട്ടായപ്പോ അവർക്ക് നാണമായിട്ട് അവള് ഹോം സയൻസ് കോളേജ് പോയത് സത്യം. അപ്പൊ അതാണ് യഥാർത്ഥ കഥ. അതെ, സത്യം. അപ്പൊ സാറിന്റെ ഉള്ളിലും ഒരു ചോക്ലേറ്റ് ബോയ് ഉണ്ടായിരുന്നു. അത് മനുഷ്യനല്ലേ, മനുഷ്യനാണെങ്കിൽ അത് ഉണ്ടായിരിക്കും. ഇല്ലെന്നൊക്കെ ചുമ്മാ കളിപ്പില്ല, ഇല്ലെന്നൊക്കെ പറഞ്ഞ അഭിനയല്ലേ. വലിയ സാധ്യത ഏക്കാലിന് വേണ്ടി കിട്ടുകയല്ലേ ചാടപടം പറയുന്നത്. പിന്നെ ഇതൊക്കെ ചുമ്മാ പറയല്ലേ. മാന്യത വേണം. നമ്മള് വെറും മൂരിയാവരുത്, മനുഷ്യനാണ്. അത്ര വിവേകമുള്ളവനാണ്. അതാണ് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നീങ്ങുന്നവനായിരിക്കണം. അപ്പോ അതിന് ഞാൻ പറഞ്ഞ മൂരിയാവില്ല, മനുഷ്യനാണ്. അതെ. ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഈസ് എ വുമൺ എന്നൊരു ചൊല്ലുണ്ട് സാർ. സാറിന്റെ എന്റെ ഭാര്യ എങ്ങനെ വെച്ചോ, എന്റെ ഭാര്യ ഉഷ എന്നതിന് പുറകെ ചേർത്താൽ മതി. ഉമ്മൻ എന്നുള്ളത് ഉഷ ചേർത്താൽ മതി. അത് തന്നെയാണ് സാർ ചോദിക്കാൻ വന്നത്. ഉഷ ചേച്ചി എന്തുമാത്രം പങ്ക് വഹിക്കുന്നുണ്ട് സാറിന്റെ വിജയത്തിന്റെ പിന്നിൽ? രാഷ്ട്രീയ കാര്യങ്ങൾ അവർ ഇടപെടില്ല കേട്ടോ. എനിക്ക് വലിയ മനസ്സമാധാനമാണ്. ഒരു കാര്യം പറഞ്ഞ് എന്നോട് ഈ രാഷ്ട്രീയ കാര്യം പറഞ്ഞ് തർക്കിക്കുകയൊന്നും ചെയ്യാം. പക്ഷെ ഞാനിങ്ങനെ ആരുടെങ്കിലും അടുപ്പിച്ച് ചിലപ്പോൾ വർത്താനം പറയിൽ വരുമ്പോൾ അവള് പറയും, എന്തിനാ പാവത്തിനാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ മോട്ടിച്ചു വന്നാൽ ഉപദേശിച്ചാൽ പോലെ നമ്മൾ പറയാറ്. ഞാൻ നമ്മൾ പറ്റിയല്ല. കാരണം ഉപദേശിച്ച് മടുക്കുക എന്നുള്ളൂ. ഇതൊക്കെ ഹാബിച്ചനാണ്. അവനൊക്കെ തെറി പറഞ്ഞ് വിഷപ്പെടുത്തലാണ് നിർത്തുള്ളൂ. അപ്പൊ പിന്നെ അവൾ ചിരിച്ചോണ്ടെന്ന് പോകും. അതല്ല, ഞങ്ങൾ തമ്മിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ അവൾ ഇടപായി. തെരഞ്ഞെടുപ്പ് കാലത്ത് അവൾ എല്ലാ വീടുകളും കയറി വോട്ട് പിടിക്കാനും മടങ്ങളിലൊക്കെ പോകും. അങ്ങനെയുള്ള സഹായം അവൾ ഭയങ്കരമായിട്ട് എനിക്ക് ചെയ്യാം. ഇവിടെ അമേരിക്കൻ പൊളിറ്റിക്സിൽ ഈ ചൊല്ലിന് ഇപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് സാർ. അതിൽ പറയുന്നത് ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ പൊളിറ്റീഷ്യൻ ദർ ഇസ് എ വുമൺ ആൻഡ് ബിഹൈൻഡ് ഹെർ ഈസ് ഹിസ് വൈഫ്. അതായത്
അമേരിക്കയിലെ ശരിയാ. അപ്പൊ ഭാര്യ അല്ലാതെ ഒരാളോട് വൈഫ് വേറെയുണ്ട്. അതെ, ഈ ഒരു അമേരിക്കൻ കാറ്റ് കേരള രാഷ്ട്രീയത്തിലും അടിക്കുന്നുണ്ടോ സാർ ഇപ്പൊ? അതങ്ങനെ അടിക്കുന്ന മര്യാദയല്ലല്ലോ, അത് നമ്മുടെ സംസ്കാരത്തിൽ ചേർന്നതല്ലോ, ഭാരത സംസ്കാരത്തിൽ ചേർന്നതല്ലോ, അതിനോട് യോജിക്കാൻ നമുക്ക് പറ്റിയല്ലോ. അത് തന്നെയല്ലേ അമേരിക്കൻ സംസ്കാരത്തെ എതിർത്ത് ഞാൻ വർത്തമാനം പറയുന്നു. അമേരിക്ക എന്ന് പറയുന്ന കാര്യം, അമേരിക്കയിലെ മലയാളികളൊക്കെ എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ ഒരു ചൂഷകന്മാരുടെ രാജ്യമാണ്. ലോകത്തുള്ള ജനങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്താണ് അവർ ജീവിക്കുന്നത്. അവർ അധ്വാനികളാണ്. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അവിടെ ഉള്ളവരെല്ലാവരും. അതിലെനിക്ക് അഭിമാനമുണ്ട്. അവിടെ നാസായിൽ പോലും നമ്മുടെ ശാസ്ത്ര രംഗത്ത് നമ്മുടെ മലയാളികൾ വളരെയധികം ഉണ്ട്, ഇന്ത്യക്കാർ. അപ്പൊ നമുക്ക് അഭിമാനമുണ്ട്. പക്ഷെ അവരെ ഒരു സംസ്കാരം, അമേരിക്കൻ സംസ്കാരം ചൂഷണത്തിന്റെ സംസ്കാരമാണെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ അവർക്കൊരു അഹങ്കാരമുണ്ട്, ഞങ്ങൾ ലോക പോലീസുകാരനാണെന്ന്. അതൊക്കെ മാറ്റി വെച്ച് മനുഷ്യത്വത്തിലേക്ക് വരണോ അവർ എന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഇറാഖിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ അവർ നടത്തുന്ന അറ്റാക്കുമായി സാർ യോജിക്കുന്നില്ല അല്ലേ? എനിക്ക് അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇറാഖിൽ ഉണ്ടായ സംഭവങ്ങൾ തെറ്റുണ്ട്. അവരുടെ രാജ്യത്ത് അവരാരെങ്കിലുമായിട്ട് അടിയുണ്ടാക്കുന്നത്, പരസ്പരം അടിയുണ്ടാക്കുന്ന, നമ്മളെന്തിനകത്ത് വശം പിടിച്ചിട്ട് അവരെ കൊല്ലാനും നടക്കുന്ന ഒരു വശത്ത് രക്ഷപ്പെടുത്താനെന്ന് വല്ല കാര്യമുണ്ടോ? അതൊക്കെ എണ്ണം മൂട്ടിച്ചെടുക്കാൻ വേണ്ടി അമേരിക്ക കാണിക്കുന്ന കളിയില്ലേ? അത് അമേരിക്കയിലെ അറേബ്യൻ രാജ്യങ്ങളിലെ രാജാക്കന്മാരെല്ലാം ഒരേപോലെ സ്വഭാവം എന്താന്ന്. ഇംഗ്ലണ്ടിലെ അമേരിക്കയിലെ വന്ന് മാറുമാര് പെണ്ണ് കിട്ടില്ല ഇവന്മാര്. ഞാനത് പച്ചക്കെന്ന് പറയാം. അപ്പൊ അവന്മാരെ വിളിച്ച് അമേരിക്കയെ സൂചിപ്പിച്ചിട്ട് ഇവന്മാരെ തമ്മിൽ അടുപ്പിച്ച് എണ്ണ ചോർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഉദ്ദേശം. അവരത് വളരെ ബുദ്ധിപരമായി നടത്തിക്കൊണ്ടിരിക്കുക, അത്ര ഉള്ള കാര്യം. അതുകൊണ്ട് ഇറാഖിൽ യുദ്ധം സദ്ദാം ഹുസൈനെ ഇത്ര ഉയർത്തുകാരെ അമേരിക്ക, ആ സദ്ദാം ഹുസൈനെ കൊന്നതാരെ അമേരിക്ക. അപ്പൊ അമേരിക്കയുടെ പോളിസി അത് ശരിയാണോ? വിദേശ രാജ്യങ്ങളിൽ കടന്നു കയറി ആക്രമിക്കണം. ഒരു കെന്നഡി ഉണ്ടായിരുന്നു ഇന്ത്യയെ സ്നേഹിച്ചിരുന്ന ഒരാൾ. ആ കെന്നഡിക്ക് ശേഷം ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു നല്ല പ്രസിഡന്റ് അവിടെ ഉണ്ടായി എന്നൊരു തോന്നൽ എനിക്കില്ല. നമ്മള് അത് മനുഷ്യ വിഭവശേഷിയിൽ ലോകത്തിൽ രണ്ടാമത്തെ രാഷ്ട്രമായി ഭാരതം ഒരു ജനാധിപത്യത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് നമ്മളെ തള്ളിപ്പറയാൻ പറ്റാത്തത് കൊണ്ട് അവരെങ്ങോട്ട് സ്നേഹം നടിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു കാര്യത്തിലും നമ്മളെ അവർ സഹായിച്ചിട്ടില്ല. ആ ഇപ്പോഴത്തെ ഭരണകൂടമാണെങ്കിലും ചൈനയോടും പാകിസ്ഥാനോടും കാണിക്കുന്ന സ്നേഹം നമ്മളോട് കാണിക്കുന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അമേരിക്ക ഒരിക്കലും ഇന്ത്യയുടെ സുഹൃത്താണ് എന്ന് കരുതാൻ നമുക്ക് കഴിയില്ല. ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാം സാർ. അതിന് മുന്നേ ഉഷ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ സാർ പാടുമോ? ഇപ്പോ ഉഷയ്ക്ക് വേണ്ടി പാട്ട് പാടുന്നു എന്നാ നീ? ഞാൻ ഒരു പാട്ടുകാരനല്ല. നീ ഒരു വരിയെങ്കിലും ഞാനിപ്പോ പറയാം. പഞ്ചാര പാലുമിട്ടായി ആർക്കു തരും മാത്രം മതി. സാറ് പാട്ടും പാടുന്നുണ്ട്. പിന്നെ അത് ഞങ്ങൾക്ക് പോകുമ്പോ പാട്ടും പറയാമായിരുന്നു. ദാമ്പത്യ ജീവിതത്തിൽ അനുസരണ എപ്പോഴും നല്ലതാണ് സാർ. അനുസരണ പിന്നെ എന്റെ അവൾ അങ്ങനൊന്നും എന്നെ അനുസരിപ്പിക്കാറില്ല. അവള് വളരെ സ്നേഹത്തിൽ, അവളെ ഒരു ശല്യമില്ല, സത്യം പറയും. അപ്പോ സാറിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഏത് പാട്ടായിരിക്കും സാർ പറയുന്നത്? ഞങ്ങളത് ഇവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഞാൻ സാറിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പെരിയാറി പെരിയാറി പർവ്വത നിരയുടെ പനിനീരേ. ഈ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സാറിന്റെ ഡെഡിക്കേഷനായി ഉഷ ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ ഈ പാട്ട് ഇതാ പ്ലേ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. സോ നമുക്ക് കാതോർക്കാം 1962 സത്യൻ എന്ന ആ അനശ്വര നടൻ അഭിനയിച്ച ഭാര്യ എന്ന ചിത്രത്തിലെ ഈ മനോഹരമായ ഗാനം. സംഗീതം കൊടുത്തിരിക്കുന്നത് ദേവരാജൻ മാസ്റ്റർ. And when we return, PC George opens his mind on Narendra Modi, Laletan, Mammuka and many more. So please stay tuned. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Life is Beautiful with Manjit. Enjoy. പെരിയാരേ പെരിയാരേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. പെരിയാരേ പെരിയാരേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ.
നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണു നീ, ഒരു നാടൻ പെണ്ണാണു നീ. ഞാൻ PC ജോർജ് MLA, മഞ്ജിത്തിനോടൊപ്പം ഇൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. സാറ് അമേരിക്കയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഒരുപാട് MLA-മാരും MP-മാരും ഇപ്പോൾ വിദേശ പര്യടനങ്ങൾ നടത്തുന്നുണ്ട്. ചിലവരവരുടെ എനിക്ക് ചിരി വരാറുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ കേരളത്തിൽ വലിയ വാദോരാതെ പ്രസംഗിക്കുക. എനിക്ക് കിട്ടുന്ന സമയം നോക്കി അമേരിക്കയിൽ ചെന്ന് പറ്റി. അതൊക്കെ ഒരു മൂന്നാം തരം ഇടപാടാണ്. എന്റെ അഭിപ്രായം ക്ഷമിക്കുന്നുണ്ട്. ഞാൻ പറയുമ്പം അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ പ്രസംഗിച്ച് നടക്കുക കേരളത്തിൽ. എന്ന് വെച്ച് എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടിയ ചാടി അമേരിക്കയിൽ എത്തുക, ബന്ധുക്കളെ അമേരിക്കയിൽ എത്തിക്കുക, അത് തന്നെ ഒരു നാണംകെട്ട പരിപാടി. വിചാരിച്ച് രാജ്യം പോയി കാണരുതെന്നോ അല്ലെങ്കിൽ നയാഗര വെള്ളച്ചാട്ടം പോലുള്ള വലിയ ലോകാത്ഭുതങ്ങൾ കാണാനുള്ള അവസരം ഇട്ട് ഒഴിവാക്കണമെന്നോ ഒന്നൊന്നും ഞാൻ പറയുന്നു. എന്നെ പല പ്രാവശ്യം എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ അവിടെ നിന്ന് എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഒരാഴ്ച അല്ല 10-18 മണിക്കൂർ വേണം ഇവിടെ പ്ലെയിൻ യാത്ര. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ പറ്റുമെങ്കിൽ പോവില്ല, അതാണ് സത്യം. അല്ലാതെ ഞാനിപ്പോ എനിക്കല്ലാതെ അമേരിക്കൻ രാഷ്ട്രം പോയി കാണുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അമേരിക്കയുടെ ഫോറിൻ പോളിസീസ് സാറിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ഇന്ത്യയുമായി കുഴപ്പമില്ലാത്തൊരു ബന്ധമുണ്ട് അമേരിക്കക്ക് എന്തൊക്കെ പറഞ്ഞാലും? ഉണ്ട്, തീർച്ചയായിട്ടും. അത് കാരണം നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല, നമ്മളെ കൂടി എന്ത് ചൂഷണം ചെയ്യാമെന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ പ്രവർത്തനത്തിന്റെ അവരുടെ ബുദ്ധിയുടെ കൂടുതലാണ്. അപ്പോൾ ഒരു കുസൃതി ചോദ്യം എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ് സാർ, എപ്പോഴെങ്കിലും അമേരിക്കൻ പ്രസിഡന്റായ ബരാക് ഒബാമയെ സാറിനെ നേരിട്ട് കണ്ട് ഒരു ആവശ്യം ഉന്നയിക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ സാർ എന്തായിരിക്കും പറയുക? അതിനുള്ള അവസരം കിട്ടുകയില്ല, അതിനുള്ള സാധ്യതയില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഇപ്പൊ വളരെ ജനപിന്തുണ നഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന്റെ ഫോറിൻ പോളിസി മുഴുവൻ തകർന്നല്ലോ. അതുകൊണ്ട് ഇനി ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ രണ്ടാമത്തെ പ്രാവശ്യം ഇനി വരാൻ പറ്റില്ലല്ലോ. ഇപ്പോ ജനങ്ങളുടെ മുമ്പ് അദ്ദേഹം വളരെ മോശമാണ്. അദ്ദേഹത്തിന്റെ ഫോറിൻ പോളിസി മുഴുവൻ തകർന്നു, അമേരിക്കയുടെ സാമ്പത്തിക രംഗം തകർന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു ഇലക്ഷൻ കാര്യം നടന്നാൽ കെട്ടിവെച്ചത് കിട്ടുകയെന്ന് പറയില്ല, ആ നിലയിലാണ് ഒബാമ. പക്ഷെ ഒബാമയെ നേരിട്ട് കണ്ടാൽ ഞാൻ പറയും, നിങ്ങളൊന്ന് മനുഷ്യനാകാൻ പറയും. നിങ്ങൾ ലോക പോലീസുകാരനെ പരിപാടി നിർത്തിയിട്ട് നിങ്ങൾ മനുഷ്യനായി, മനുഷ്യ സ്നേഹത്തിന് പ്രതീകമായി നിങ്ങൾ മാറണം. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അദ്ദേഹത്തോട് പറയും. നമ്മുടെ നാടോടിക്കാറ്റില് ലാലേട്ടനും ശ്രീനിവാസനും പറഞ്ഞതുപോലെ നടക്കാത്ത എത്ര സുന്ദരമായ സ്വപ്നങ്ങളാണെങ്കിലും ഞാനത് ചോദിച്ചതല്ല സാർ. അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് നമുക്ക് ഇന്ത്യയുടെ പുതിയ പ്രധാനമന്ത്രിയിലേക്ക് വരാം സാർ. PC ജോർജ് നരേന്ദ്രമോദിയെ എങ്ങനെ വിലയിരുത്തുന്നു? നരേന്ദ്രമോദി ഈസ് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ബട്ട് എനിക്കിപ്പോൾ സംശയം, അദ്ദേഹം ഒരു ഡെമോക്രാറ്റ് ആണോ എന്ന് സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള വരവും സത്യപ്രതിജ്ഞ എല്ലാം വളരെ അഭിമാനത്തോട് കണ്ട്, ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പൗരൻ എന്നതിൽ ഞാൻ അഭിമാനത്തോട് നോക്കിക്കണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി അത് നോക്കിയിട്ടല്ല, ആ വ്യക്തിയെ നോക്കി. പക്ഷെ പിന്നീടുള്ള പുള്ളിയുടെ പോളിസി കണ്ടപ്പോ എനിക്ക് സംശയം തോന്നി തുടങ്ങി. എന്ന് മാത്രമല്ല, ഇപ്പോ പെട്രോൾ വില വർദ്ധിപ്പിക്കുന്നു, ഗ്യാസ് വില വർദ്ധിപ്പിക്കുന്നു, ആ നിലയിലുള്ള പോക്കാണ് ഇത്. അപ്പൊ അദ്ദേഹത്തിന്റെ പോളിസി ശരിയാണോ എന്ന് മാത്രമല്ല, ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് അദ്ദേഹം നയിക്കുമെന്ന് സംശയം തോന്നി. കാരണം അദ്വാനി എന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞാൽ ഇത്ര സീനിയറായ BJP നേതാവ്, BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ തന്നെ ഏറ്റവും വലിയ നേതാവാണ് അദ്വാനി. അദ്ദേഹത്തെയൊക്കെ ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് പോലും ഒഴിപ്പിച്ചിറക്കി വിടുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി കടുത്തു പോയില്ലേ എന്നെനിക്കൊരു സംശയം. അദ്ദേഹം ആയവരെല്ലാം ഒഴിവാക്കാന്ന്, അപ്പൻ പ്രായമായതുകൊണ്ട് തൂമ്പക്കേക്ക് അടി കൊടുത്ത് കുഴിച്ചിടുവോ? അപ്പൻ പ്രായമായ ബഹുമാനിച്ച് നല്ല മരണം വാങ്ങി കൊടുക്കണം, അതല്ലേ എന്നെ മര്യാദ. അപ്പൊ അദ്വാനിയെപ്പോൾ ഇത്ര സീനിയർ ഒരു നേതാവിനൊന്നും ഇത്രയും മോശമായിട്ട് ഇറക്കി വിടാൻ പാടില്ലായിരുന്നു. അത് തന്നെയല്ല, BJPയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ 48 വയസ്സുള്ള അദ്ദേഹത്തിന്റെ വെറും ഒരു സ്റ്റൂജ് ആയിട്ടുള്ള മനുഷ്യനെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ പോക്ക് എന്റെ ഒരു ദൃഷ്ടിയിൽ ജനാധിപത്യം സെക്കുലർ കാഴ്ചപ്പാടുകൂടിയാണോ, അത് സോഷ്യലിസം ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടത്. അത് നോക്കാം നമുക്ക്. ഒരു 6 മാസം കഴിഞ്ഞ് ഞാൻ അഭിപ്രായം പറയുന്നു. ഇപ്പോ എനിക്ക് ആ ഒരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. 6 മാസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പോക്ക് എങ്ങനെ എന്ന് കണ്ടിട്ട് എന്നെ വ്യക്തമായ കാഴ്ചപ്പാട് ഞാൻ പരസ്യമായിട്ട് പറയാം. പക്ഷെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കോട്ടയത്ത് നടന്ന ഒരു ഫംഗ്ഷനിൽ സാറ് നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള ടീഷർട്ട്സ് വിതരണം ചെയ്തു എന്ന് പറഞ്ഞു സാർ. അത് ശരിയാണ്, PC ജോർജ് തെറ്റാണ്, അത് പറയുന്നത് തെറ്റാണ്. വിതരണം ചെയ്തില്ല. നരേന്ദ്രമോദി എന്ന ആളുടെ യോഗമായിരുന്നില്ല അത്. ഗുജറാത്ത് ഗവൺമെന്റിന്റെ ഒരു ഫംഗ്ഷൻ കോട്ടയത്ത്, ഒരു കൂട്ടയോട്ടം. എന്തിനു വേണ്ടി? ഇന്ത്യ രാജ്യത്തിന്റെ ഉരുക്ക് മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടി അതിനുള്ള പ്രചരണാർത്ഥം അദ്ദേഹം കോട്ടയത്ത് ഒരു
കോട്ടയോട്ടം സംഘടിപ്പിച്ചു. അത് സംഘടിപ്പിച്ചത് ഗുജറാത്ത് ഗവൺമെന്റാണ്. അതാണ് പ്രധാനപ്പെട്ടത്, BJP ആയിരുന്നില്ല. അതിന്റെ കോട്ടയോട്ടത്തെ ഫ്ലാഗ് ഓഫ് ചെയ്യാനാണ് എന്നെ ക്ഷണിച്ചത്. ഞാൻ അവിടെ ചെന്നു. അവിടെ നരേന്ദ്രമോദിയുടെ പടവോ BJPയുടെ പേരോ ഒന്നുമില്ല. ഇത് ഗുജറാത്ത് ഗവൺമെന്റ് ഫംഗ്ഷൻ തന്നെ. പക്ഷെ അവിടെ ആകെപ്പെടെ 100 ബനീനാണ് ഗവൺമെന്റിന്റെ ആയിട്ട് അവിടെ വന്നത്. ആ ബനീൻ ഇട്ട് കഴിയുമ്പോൾ അതിന്റെ ഇരട്ടി കൂടുതൽ ആളുകൾ ഓടാൻ വന്നു. അപ്പോഴാണ് ഒരു ഭാരതി വാൻ അവിടെ കൊണ്ട് നിർത്തി. അതിൽ നിന്നൊരു കച്ചവടമൊക്കെ വെച്ച് ചെറുപ്പക്കാരന് 20-28 വയസ്സ് 24 വയസ്സുകാർ ഇറങ്ങി. എന്നിട്ട് അവൻ പറയും എൻ്റെ ഈ ബനിയനുണ്ട്, ഞാനത് വിൽക്കാൻ കൊണ്ടുവന്നാണ്, 200 രൂപയാണ് വില എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി, ഒരു 6-7 വയസ്സ് പെൺകുട്ടി എന്ന് ഒരു ബനിയൻ മേടിച്ചു. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞ് ഇത് ഒരു സെയിലിന്റെ ഉദ്ഘാടനം വേണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് ഈ ബനിയനുമായിട്ട് വന്നു. മടക്കിയ ബനിയനാണ്. ഞാനപ്പോൾ ഒരു മര്യാദയില്ല. അപ്പോൾ ആ വണ്ടിയും കൊണ്ട് വന്ന ചെറുപ്പക്കാരനും നേരെ എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ ആ ബനിയൻ എടുത്ത് ഇങ്ങനെ പൊക്കിയപ്പോൾ അത് നരേന്ദ്രമോദിയുടെ പടമുണ്ട്. ഞാൻ ചെറുപാവാണോ അത്? നരേന്ദ്രമോദിയുടെ പടം ഉണ്ടെന്ന് എത്ര വിഷമം. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ പടമുള്ള ഒരു ബനിയൻ ഞാൻ എടുത്ത് കൊടുത്തിട്ട് എന്താ എത്ര പാവം, എന്നെ തൂക്കാൻ വയ്ക്കാൻ വല്ലതുകൊണ്ടോ? അതിനകത്ത് ഉടനെ ഞാൻ BJP ആയോ? അതൊക്കെ വിമർശിക്കുന്ന മാന്യന്മാരൊക്കെ ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം വന്നു കഴിഞ്ഞപ്പം ആ ഡൽഹി പോയി ക്യൂ നിൽക്കുക അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി. അത് കാണുമ്പോൾ എനിക്ക് ചിരി വരിക. ഇതൊക്കെ ഒരു ഗുജറാത്ത് മുഖ്യമന്ത്രിയെ എന്നെ ഇത്ര വിഷമിക്കണ്ടേ? ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ പടം ഇനിയും വിൽക്കും ഞാൻ. ഗുജറാത്തിലെ തമിഴ്നാട് ജയലളിതത്തിൽ നമ്മുടെ മുല്ലപ്പുര ഇഷ്യൂ എനിക്ക് ജയലളിതയുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ജയലളിത ഒരു ബനിയൻ വിൽക്കണമെന്ന് ഞാൻ കാണിക്കും. എനിക്ക് അതിനെ പേടിയൊന്നുമില്ല. അത് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോ ജയലളിതയുടെ ചിത്രമുള്ള ടീഷർട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാലും സാറ് ചിലപ്പോൾ ചെയ്യും? ചിലപ്പോഴല്ലേ 100% ചെയ്യും. അതിനാ കുഴപ്പം? ഒരു മുഖ്യമന്ത്രി ഒരു ജനാധിപത്യ രാജ്യം ഫെഡറൽ സംവിധാനമല്ലേ? കേരളം പോലൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ പടമുള്ള ഒരു ബനിയൻ ഉദ്ഘാടനം ചെയ്യണം, അതിന്റെ വിൽപ്പന ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞാൻ ചെയ്യും. എനിക്ക് ഒരു പേടിയില്ല, മടിയില്ല. ഈ വിവാദങ്ങൾ PC ജോർജിന് ഒരിക്കലും ഒരു പുത്തരിയല്ല. വിവാദങ്ങളുടെ ഈ വിവാദം പറഞ്ഞോളൂ സാർ. വിഷയങ്ങളല്ലെങ്കിൽ ഉള്ളപ്പോഴല്ലേ വിവാദം. മനസ്സിലായില്ലേ? വിവാദത്തിന് എന്താ വിവാദം എന്ന് പറഞ്ഞാൽ എന്താ? വിവരം ഉള്ളപ്പോഴല്ലേ വിവാദം ഉണ്ടാകുന്നത്. ആ വിവാദങ്ങൾ നല്ലതാണ്, നന്മയിലേക്ക് നയിക്കപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് വിവാദങ്ങളിൽ ഞാൻ ഭയപ്പെടുന്നില്ല, അതിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ് സത്യം. എന്നാലും ഈ ഒരു രാഷ്ട്രീയ ജീവിതത്തിലെ പിരിമുറുക്കത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മേഖല മാറ്റിപ്പിടിക്കണമെന്നോ? സത്യമായും വേറൊരു മേഖലയെപ്പറ്റി ഞാൻ ചിന്തിക്കില്ല. ഇതിൽ കൂടുതൽ ജനസേവനം ചെയ്യാൻ പറ്റിയ ഒരു മേഖലയില്ല. പക്ഷെ സത്യമായും പറയണമല്ലോ, സത്യം ചോദിച്ചത് സത്യം പറയാണ്. പലപ്പോഴും ഇത് നിർത്തിയിട്ട് വീട്ടിലിരുന്നാൽ എന്താന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളായിട്ട് എന്തൊരു പ്രശ്നം നിർത്തി ഈ രാഷ്ട്രീയ പ്രവർത്തന സ്ഥാനങ്ങളൊന്നും വേണ്ട, ഒരു വഴിയില്ലാതെ ഇവിടെ MLA പഞ്ചായത്ത് മെമ്പറോ ഒന്നും ആകാതെ വീട്ടിലിരിക്കുക, വരുന്ന ആളുകളൊക്കെ സ്നേഹം കാണിച്ച് പറ്റുന്ന സഹായം ചെയ്ത് പോയാൽ പോരെ എന്നൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷേ അത് കഴിയുന്നില്ല. അത് എന്താന്ന് ചോദിച്ചാൽ രാഷ്ട്രീയം അല്ലേ, പിടിച്ചിരിക്കുക, അതാണ് സത്യം. എന്നാലും ചോദിക്കുകയാണ് സാർ, PC ജോർജ് എന്ന വ്യക്തി എന്തെങ്കിലും ഒരു കാലത്ത് ഒരു മലയാള സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൽ ലാലേട്ടനോ മമ്മൂക്കയ്ക്കോ പ്രധാന വേഷം കൊടുക്കുമോ സാറ്? അവർ കൊടുക്കാൻ ആ ഫഹദ് ഫാസിലപ്പോൾ ചെറുപ്പക്കാരി കളവന്മാരെ ആ കളവന്മാർക്ക് പറയും ഞാൻ തന്നെ അഭിനയിച്ചാൽ മതിയല്ലോ. എനിക്ക് ആ കളവന്മാരെ അഭിനയിക്കേണ്ട ഫഹദ് ഫാസിൽ നല്ല ചെറുപ്പക്കാർ പിള്ളേരുണ്ട്, മിടുക്കന്മാരെ. ആ പിള്ളേരെ കൊണ്ട് അഭിനയിപ്പിക്കും. എനിക്ക് എൻ്റെ അഭിപ്രായം അതാകട്ടോ. ഈ മിച്ച പ്രായമാകുമ്പോൾ മാറി നിന്ന് കൊടുക്കണമെന്ന്. അല്ലെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ ഇനി അപ്പന്റെ ഭാഗം അഭിനയിക്കും. അല്ലാതെ ഈ 16-കാരിയുടെ കൂടത്ത് ഈ മരം ചുറ്റി ഓട്ടോ ഒന്നും വേണ്ടെന്ന് ഇതൊക്കെ നാണക്കട പിള്ളേർക്ക് വിട്ടുകൊടുക്കണത് ഞാൻ അഭിപ്രായക്കാരൻ. ക്ഷമിക്കുക പറയുമ്പോൾ ഞാനൊരു സത്യം പറയാം കേട്ടോ. ഇപ്പൊ ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും നല്ല നടൻ ആരാന്ന് ചോദിച്ചാൽ മമ്മൂട്ടി എന്ന് പറയും, അല്ലെ മോഹൻലാലാണ്. ഇവർ രണ്ടും തമ്മിലുള്ള മത്സരമുള്ളൂ. ഇവർ രണ്ടാണ് ഏറ്റവും വലിയ നടന്മാർ, ഒരു സംശയം വേണ്ട. പിന്നെ ദിലീപുണ്ട്, പിന്നെ നമ്മുടെ അത്ര നടന്മാരുണ്ട്. ഞാൻ പറയും മമ്മൂട്ടിയുടെ അഭിനയശേഷിയെ പറ്റി എനിക്ക് തർക്കമൊന്നുമില്ല. മോഹൻലാൽ ഏത് റോള് ചെയ്യാനും മിടുക്കനാ, ഹാസ്യം മിടുക്കനാ. രണ്ടുപേരും മിടുക്കന്മാരാണ്. ഞാൻ പറഞ്ഞു ഈ പിള്ളേര് ഒന്ന് നീട്ടി ഇത് കൊടുക്കണം. അവർ ഈ നടന്മാരായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് എന്താ കുഴപ്പം? നമ്മുടെ മമ്മൂട്ടിയുടെ മകനുണ്ട് ഇപ്പോ, എത്ര മിടുക്കനാ പയ്യൻ. ആ പയ്യനൊക്കെ കൊടുക്കണം. പയ്യന്റെ പടമൊക്കെ ജയിക്കുകയാണ്. ഈ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഒക്കെ തോക്കുക, കാശ് കിട്ടുന്നില്ല, അതറിയാവോ. പിന്നെ ഇടപാട് അവരുടെ അഭിനയത്തെ ഒന്നും ഞാൻ ചെറുതായി കാണുന്നത്. വളരെ അതിപ്രഗത്ഭന്മാരായ നടന്മാരാണ് അവർ. പക്ഷെ ഞാൻ പറഞ്ഞത് അടുത്ത തലമുറയ്ക്ക് ഒരു വഴിമരുന്നിട്ട് കൊടുക്കണ്ടേ, അത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ അവരെ മോശമായി ആര് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കല്ലോ കേട്ടോ, അത് പറഞ്ഞേക്കാം. അതുപോലെ ദിലീപ് നമ്മുടെ ആ പെണ്ണിനെ വെറുതെ വിടണ്ട, സിനിമാകാരി അവരെ മോചനം വേണ്ടായിരുന്നല്ലോ. പാർവതി അല്ലേ? മഞ്ജു വാര്യർ സാർ. പാർവതി ജയറാമിന്റെ ഭാര്യയാണ് സാർ. കോൺട്രവേഴ്സീസ് മഞ്ജു വാര്യർ എത്ര നല്ല നടിയായിരുന്നു. അതിനെ പിടിച്ച് അതിന്റെ അഭിനയിച്ച് നല്ല സമയത്ത് പിടിച്ചുകൊണ്ട് കെട്ടി
അതിനെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി നശിപ്പിച്ചേച്ച് ഇപ്പോൾ വയസ്സാ വീണ്ടും അതിനെ ഇറക്കിക്കൊണ്ട് വല്ല കാര്യമുണ്ട്. അറിയില്ല മഞ്ജുവാരിയുടെ അഹങ്കാരമാണോ അത് നമ്മുടെ നടന്റെ കുഴപ്പമാണ്, എനിക്കറിയില്ല. പറയുന്നത് നടൻ അതിലേക്കും പോയി എന്ന് പറഞ്ഞ് പരാതിയാന്നാ പറഞ്ഞത്. ആർക്കറിയാം എന്താണെന്നത്. എനിക്ക് ദുഃഖം തോന്നി. അത് ഭയങ്കര നല്ല നടനാ കേട്ടോ, നല്ല മിടുമിടുക്കൻ നടനില്ലേ. ഇതിനെപ്പറ്റി എനിക്ക് അഭിപ്രായമാണ്, അല്ലാതെ അഭിപ്രായ കുറവൊന്നുമില്ല. പക്ഷെ എനിക്ക് ഈ മഞ്ജുവാരിയുടെ അതറിയാം, ഞാൻ അറിയത്തില്ലാത്ത പറയുന്നത് ശരിയില്ല. മഞ്ജുവാരിയുടെ കയ്യിലിരിപ്പോണ്ടാണോ ദിലീപ് ഉപേക്ഷിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ മഞ്ജു വാര്യർ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ് സാർ, പുതിയൊരു ചിത്രവുമായി വന്നു. ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമ തിരിച്ചു വന്നാലും ഒന്നും ശരിയാവില്ല. തിരിച്ചു വന്നാൽ നന്നാവട്ടെ. മഞ്ജു വാര്യർ മിടുക്കിയ ഏറ്റവും നല്ല നടിയാണ്, നമ്മുടെ ഏറ്റവും മിടുക്കിയ നടിയാണ്. പക്ഷെ അവരെ ഈ ദിലീപിന്റെ ഭാര്യയായിട്ട് കാണുന്നതായിരുന്നു എനിക്ക് ഇഷ്ടം. ഇനിയിപ്പോ അത് കണക്കണ വേറെ എന്തെങ്കിലും ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. പ്രായം കൂടിയാൽ അഭിനയം നിർത്തണമെന്ന് പറയുന്നുണ്ട് ചോദിക്കുകയാണ് സാർ. എന്നാൽ രാഷ്ട്രീയത്തിലും ഇത് ബാധകമല്ലേ? രാഷ്ട്രീയത്തിലും ബാധകമാണ്. കണ്ണും കാണുകയല്ലാതെ എത്തും പൊത്തും തിരിയാതെ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന മര്യാദയല്ല, നിർത്തി വീട്ടിൽ പോയി ഇരിക്കണമല്ലേ. പലരെ പറ്റി എനിക്ക് എപ്പോഴാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല. എന്തിനാണ് ഇതിന്റെ ആവശ്യം? ആരോഗ്യം കൊണ്ട് തുടർന്നു എനിക്ക് വിരോധമില്ല. ആരോഗ്യമില്ലാത്ത എനിക്ക് കണ്ണും കാണുകയില്ല, നാക്കും തിരികയില്ല, ചെവിയും കേൾക്കുകയില്ല എന്ന് ചോദിച്ചോണ്ട് രാഷ്ട്രീയം കൊണ്ട് നടക്കുക. വേറെ പണിയൊന്നുമില്ലേ? പ്രായമായതുകൊണ്ട് ബഹുമാനിക്കാതിരിക്കാൻ പറ്റാത്തത് നമ്മളൊക്കെ സ്തുതിയെല്ലാം ബഹുമാനിക്കും. ഇതൊക്കെ നിർത്തിപ്പോകുന്ന എൻ്റെ അഭിപ്രായം. ആര് ഇപ്പൊ പ്രായം ഒരു 70-75 കൂടുതലൊന്നും പറ്റിയില്ല, നിർത്തണം. എന്തിനാ ഇത്? അടുത്ത തലമുറയ്ക്ക് വിട്ടു കൊടുക്കണം. പിള്ളേരില്ലേ ഇവിടെ? അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ സാർ. സാറിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ പൂഞ്ഞാറിൽ നിന്ന് ഒരു യുവ നേതാവ് വളർന്നു വരികയാണെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷനിൽ പൂഞ്ഞാറിന്റെ പുത്രനായ ശ്രീ PC ജോർജ് തന്റെ സ്ഥാനം വിട്ടുകൊടുത്ത് ആ യുവ നേതാവിന് പൂർണ്ണ പിന്തുണ നൽകി ഇലക്ഷനെ നിർത്തുമോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരോഗ്യക്കുറവുണ്ടെന്ന് തോന്നിയാൽ യാതൊരു സംശയമില്ലാതെ ആ പറഞ്ഞത് ചെയ്യും. നല്ല ആരോഗ്യമുണ്ട്, പാർട്ടിപ്രവർത്തനം നടത്താനെന്ന് തോന്നിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയും ചെയ്യും. അതല്ലാതെ ഞാൻ ഒരിക്കലും പിടിച്ച് ഞാലുന്ന പ്രശ്നമില്ല. എനിക്ക് പറ്റുകയില്ലാന്ന് ആ നിമിഷം നിർത്തും. എന്നെക്കാൾ കഴിവുള്ള ഒരുത്തൻ കടന്നു വന്നാൽ ഇപ്പോഴേ നിർത്തി കൊടുക്കുകയും ചെയ്യും. ഈ അഭിമുഖത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിന് മുന്നേ സാർ, ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന അനേകായിരം മലയാളികൾക്ക് വേണ്ടിയിട്ട് സാറിന് ഇഷ്ടമുള്ളൊരു ഗാനത്തിൽ നിന്നും 2 വരി പാടാവോ? ഇഷ്ടപ്പെട്ട ഗാനം എന്ന് ചോദിച്ചാൽ നമ്മുടെ മന്നാടയുടെ മാനസമൈനി വരൂ, മലയാളി സമൂഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യും. എന്താണ് സാർ സമൂഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുള്ള ഒരു പ്രസക്തി ആ പാട്ട്? ഞാനൊരു പൊതുപ്രവർത്തകനാണ്, സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നതിനാണ്, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോ കടൽ തീരത്ത് നിന്ന് ചങ്കുപൊട്ടി സാറ് പാട്ട് പാടാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? ഞാൻ പോകാറുണ്ട്, പോയി നിൽക്കാറുണ്ട്. ഓക്കെ, മന്നാടയുടെ പാട്ടല്ലേ ഇത്, നല്ല ഒന്നാം തരം പാട്ട്. അതെ അതെ. PC ജോർജ് എന്ന രാഷ്ട്രീയ നേതാവിന്റെയും PC ജോർജ് എന്ന വ്യക്തിയുടെയും കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് കാതോർക്കാം പ്രിയദർശൻ സംവിധാനം ചെയ്ത് MG ശ്രീകുമാറും സുജാതയും പാടിയ ഈ ഒരു ഗാനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വിത്ത് മഞ്ജിത്ത്. എൻജോയ്. കുതിക്കും മാണിക്ക ചെമ്പഴുക്ക ദൂരിക്കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക ദൂരിക്കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക
ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക കണ്ണിൽ വിളക്കും വെച്ച് രാത്രി എന്നെയും കാത്തിരിക്കേ തെക്കേ തൊടിക്കരികിൽ കാലൊച്ച തിരിച്ചറിഞ്ഞോ അരികിൽ വന്നെന്നെ എതിരേറ്റു നീ നിന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ ചെന്തല ചുണ്ടത്ത് മൊത്തം തരും ഒരു കൃഷ്ണ തുളസിപ്പൂ നുള്ളി മുറിത്തുങ്കിൽ ചാത്തി തരും ഞാൻ ഇന്നെടുത്തു വെച്ചേ എന്റെ വീട്ടിലെ തമ്പാളത്തി ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക. ഞാൻ PC ജോർജ് MLA മഞ്ജിത്തിനോടൊപ്പം ഇൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. PC ജോർജിന്റെ പുറമേ ഉള്ള ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടൊരു മനുഷ്യനായിട്ടാണ്. പക്ഷേ സന്തോഷം കൊണ്ട് എപ്പോഴെങ്കിലും PC ജോർജ് കരഞ്ഞിട്ടുണ്ടോ? എത്രയോ പ്രാവശ്യം. ഞാൻ ഈയിടെ എരുമേലി പഞ്ചായത്തിലെ ഒരു സ്കൂളിൽ പോയി. ആ സ്കൂളില് 10ാം ക്ലാസ്സിലുള്ള പിള്ളേരുടെ സ്കൂളാണ്. ആ സ്കൂളിൽ ചെന്ന് പിള്ളേർക്ക് ബിരിയാണിയുടെ വേണം, അത് ആട്ട കൊടുത്ത് പിള്ളേർക്ക് അധ്യാപകർക്ക് കൊടുക്കണം, കൊടുക്കാമെന്ന് പറഞ്ഞു. അവിടെ കോർട്ട് ഉണ്ടാക്കാൻ കാശ് കൊടുക്കാമെന്ന് MLA ഫണ്ട് കൊടുക്കും. കാമ്പൗണ്ടറോട് അതെല്ലാം കൊടുത്തു. പിള്ളേരും ടീച്ചേഴ്സിന്റെ എല്ലാവരും കൂടെ എന്നെ യാത്ര അയക്കാൻ വേണ്ടി വന്നു. ഞാൻ ഇറങ്ങി വണ്ടിയെ കയറാനായിട്ട് പോകും. ഒരു 100 പിള്ളേരുണ്ട്, ടീച്ചേഴ്സും ഉണ്ട്. വന്ന് വണ്ടി എടുത്ത് വന്നപ്പം എന്നോട് ഞാൻ മക്കളെ പോട്ടെ എന്ന് പറയുമ്പോഴത്തേക്കിന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട്. ഒരു പയ്യൻ, ഒരു 10-14 വയസ്സുള്ള കൊച്ചാണ്, 10ൽ മറ്റോ പഠിക്കുന്ന എനിക്ക് തോന്നുന്നു, അല്ലെ 8ലായിരിക്കും, അറിയില്ല, ചോദിച്ചില്ല കൊച്ചു. അവൻ എന്റെ അടുത്ത് അങ്കിളെ എനിക്ക് ഒരു കാര്യം കൊണ്ടുവന്നു പറഞ്ഞു. ചോദിച്ചെല്ലാം തന്നു. ഞാൻ പറയുന്നത് തരുമോ? ഞാൻ എന്ത് വേണം നീ ചോദിച്ചു തരികയെന്നു. എനിക്കൊരു ഉമ്മ തരാമോ എന്ന് ചോദിച്ചു. ഞാൻ കുരിഞ്ഞു നീ ഉമ്മ വെച്ചോളാൻ പറഞ്ഞു. പിന്നെ അവന് ഉമ്മ വെച്ചിട്ട് അവൻ പറഞ്ഞു അല്ല ഞാൻ ചോദിച്ചു എനിക്ക് ഉമ്മ തരണോ. ഞാൻ കെട്ടിപ്പിടിച്ച് അവന് ഉമ്മ കൊടുത്തു. പക്ഷെ അവന് ഉമ്മ കൊടുത്ത് കഴിയുമ്പം ലൈനായിട്ട് പിള്ളേരെല്ലാം എല്ലാവർക്കും ഉമ്മ വേണം. ഞാൻ നിന്ന പിള്ളേർക്ക് മുഴുവൻ ഉമ്മ കൊടുക്കുന്നത് ആണും പെണ്ണിനും. മനസ്സിലായി? ഒരപ്പനായി ആ കുഞ്ഞുങ്ങൾ മുഴുവൻ എന്നെ കണ്ട ആ നിമിഷം എന്റെ കണ്ണിൽ കൂടെ സന്തോഷം കൊണ്ട് കണ്ണീര് വന്നത് സത്യമാണ്. അപ്പോ ഈ ഒരു റഫ് ആൻഡ് ടഫ് മനുഷ്യന്റെ ഉള്ളിലും വളരെ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു മനസ്സുണ്ട്. ഞാൻ റഫല്ല, ഐ ആം സോഫ്റ്റ്. ഒരിക്കലും എന്നെ റഫ് എന്ന് പറയരുത്. ടഫാണ് സമയം ഞാൻ സമ്മതിക്കുന്നു. പലർക്കും തോന്നാറുണ്ട് PC ജോർജിന്റെ ഉള്ളിൽ പുറത്തു പറയാത്ത ഒരുപാട് സത്യങ്ങൾ ഇനിയും ഉണ്ടെന്ന്. ആ സത്യങ്ങളെല്ലാം വച്ച് എന്തെങ്കിലും ഒരു കാലത്ത് PC ജോർജ് ഒരു ഓട്ടോബയോഗ്രഫിയുമായി പുറത്തു വരുമോ? ഞാൻ എല്ലാം മറക്കും. ദൈവം എനിക്ക് ഏറ്റവും വലിയ ഗുണം മറക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്ക് സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഓർമ്മയിൽ വരാതിരിക്കട്ടെ ഇതെല്ലാം എന്റെ ചിന്ത. മറന്നു കഴിഞ്ഞാൽ പിന്നെ എഴുതുകയല്ലോ. എഴുതിയാലും മറന്ന് ഓർത്ത് എഴുതാനും കഴിയില്ല. പക്ഷെ എഴുതായാലൊന്നും ഞാൻ പറയാം, എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ എഴുതുകയാണെങ്കിൽ സത്യം മാത്രമേ എഴുതൂ. എല്ലാ സത്യവും എഴുതും എന്ന് ഇപ്പൊ പറയാൻ കഴിയുകയില്ല. കാണട്ടെ, വരട്ടെ. കാരണം ഈയിടെയായിട്ട് ഒരുപാട് ഓട്ടോബയോഗ്രഫീസ് പുറത്തു വരുന്നുണ്ട്. ഈയിടയ്ക്ക് നട്വർ സിംഗ് എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് ലീഡറും ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതൊക്കെ കാശുണ്ടാക്കാൻ വേണ്ടിയല്ല, അല്ലാതെ അവര് ആത്മാർത്ഥം കൊണ്ടാണോ ആ പുസ്തകം എഴുതുന്നത്? പണം നമുക്കും കിട്ടണം, പണം, അല്ലാതെ വേറെന്താ കാര്യം? ഈ നട്വർ സിംഗ് എല്ലാവരും എഴുതുന്ന പുസ്തകം അല്ലാതല്ലേ മൻമോഹൻ സിംഗിന്റെ മകൾ എഴുതുന്നു. ഇതൊക്കെ ചക്രം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, അല്ലാതെ ജനങ്ങളോട് സത്യം പറയാൻ വേണ്ടിയൊന്നും ഞാൻ കരുതുന്നില്ല. എന്നാലും സാറൊരു ബുക്ക് പ്രസിദ്ധീകരിച്ചിരുന്നു അല്ലേ, ജനനീതി എന്ന് പറഞ്ഞൊരു പുസ്തകം? ഒന്നല്ലല്ലോ, രണ്ടൂന്ന് പുസ്തകം ഉണ്ട് അതുപോലെ ചെറുത് ഞാൻ പ്രസിദ്ധീകരിച്ചു. സാറ് എന്തെങ്കിലും പൂഞ്ഞാറിൽ നിന്നും മാറി മത്സരിക്കുകയാണെങ്കിൽ ഏത് നിയോജക മണ്ഡലമായിരിക്കും സാർ തിരഞ്ഞെടുക്കുന്നത്? ഞാൻ ഒരു നിയമങ്ങളും സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. 1990 PJ ജോസഫ് എന്ന് പറയുന്ന എന്റെ നേതാവ് എന്നോട് തൊടുപടി നിൽക്കാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു ഞാനില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോന്നതാണ്. എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അന്ന് തൊടുപടി നിൽക്കാമല്ലോ, ഞാൻ ജയിക്കുമായിരുന്നല്ലോ, ഒരു സംശയമില്ലല്ലോ. ഞാൻ പറഞ്ഞു ഒരു 5 കൊല്ലം കൂടെ MLA അല്ലാതെ ഇരിക്കുന്നത് എനിക്ക് ഒരു വിഷമമില്ല, സോറി എന്ന് പറഞ്ഞതാണ്. കൂടാതെ PJ ജോസഫ് സാർ ജീവിച്ചിരുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചോളൂ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്. എനിക്ക് എന്റെ നിയോജകങ്ങളിലിട്ട് പുറത്തു പോയി നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് എന്റെ ജനങ്ങളോടുള്ള അത്ര ആത്മാർത്ഥത മറ്റുള്ളവർ കാണിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളപ്പോൾ പിന്നെ ഞാൻ ഇന്ന് മനുഷ്യനെ കബളിപ്പിക്കാൻ പോകുന്നത്.
അതുകൊണ്ടാണ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞത്. PC ജോർജിന്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഇപ്പം PJ ജോസഫ് സാറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. പണ്ട് എബ്രഹാം ലിങ്കൺ പറഞ്ഞിട്ടുണ്ട്, ദ ബെസ്റ്റ് വേ ടു ഡിസ്ട്രോയ് ആൻ എനിമി ഇസ് ടു മേക്ക് ഹിം യുവർ ഫ്രണ്ട്. അതായത് ഒരു ശത്രുവിനെ നശിപ്പിക്കുന്നതിൽ ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് ആ ശത്രുവിനെ മിത്രമാക്കുക എന്നുള്ളതാണ്. ഇതാണോ PC ജോർജ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി? അല്ല, ഇങ്ങനെ തെറ്റിദ്ധരിക്കാതെ ആത്മാർത്ഥതയാണത് സത്യം. ഓക്കെ, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുന്നതിനുമല്ല. പക്ഷെ ഞാൻ സാറിന്റെ ഒരു പൊളിറ്റിക്കൽ ട്രാക്കിൽ കണ്ടിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് എനിക്കിത് തോന്നി, എസ്പെഷ്യലി ജോസഫ് സാറുമായിട്ടുള്ള കാര്യം. ഞാൻ അദ്ദേഹമായിട്ട് ഒരിക്കലും പിണങ്ങിയിട്ടില്ല. അറിയാമോ, എന്നെ അദ്ദേഹം 2003 പുറത്താക്കുക. എന്തിനാ ജൂലൈ 31 എന്തിനാ പുറത്താക്കിയെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അദ്ദേഹത്തോട് പത്രത്തിൽ വെച്ച് പത്രക്കാർ എന്തിനാണ് PC പുറത്താക്കുന്നത്? അദ്ദേഹം ചിരിച്ചു. അദ്ദേഹത്തിനും അറിയില്ല എന്തിനാ എന്നെ പുറത്താക്കിയെന്ന്. ഒരു പറ്റം കാശ്മീരന്മാർ കൂടത്തിൽ കൂടി അദ്ദേഹത്തെ അദ്ദേഹം MLA അല്ലാതിരിക്കുന്നത് ഞാൻ MLA ആണ്. അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ അദ്ദേഹത്തെ ഒന്നും കാണുന്നില്ലല്ലോ. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹത്തെ കൂടി എന്തോ നുണയോ കള്ളത്തിലോ ഒക്കെ പറഞ്ഞ് എന്നെ പുറത്താക്കിച്ചു. ഞാൻ പുറത്താക്കി എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ ഏത് തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് എന്താ ഞാൻ ചെയ്ത് തെറ്റ്? ഈപ്പച്ചാനുണ്ടെന്ന്, ഈപ്പച്ചാനും ജോൺ സാറും ഒക്കെ കൂടെ വന്ന് ചോദിച്ചാൽ അഭിശോഭിച്ച എന്താണ് ജോർജ് ചെയ്ത് തെറ്റ് പറ. പുള്ളി ഒന്നും വിടും കുഞ്ഞിരിക്കുക, ഒരു തെറ്റും പറയാനില്ല. അതാണ് പ്രശ്നം. അത് കഴിഞ്ഞ് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായി എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിൽ ഞാൻ ഒരിക്കലും അവിവേകം കാണിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. വളരെ ഓപ്പൺ ആയിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ് സാർ, അതുകൊണ്ട് തന്നെ വളരെ സത്യസന്ധമായ ഒരു മറുപടിയും പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ ഏതൊരു രാഷ്ട്രീയക്കാരനെയും പോലെ സാറിനും ഒരു ആഗ്രഹമില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രിയാവണമെന്ന്? ദൈവം സാക്ഷി, ഈ നിൽക്കുന്ന ഈ സംസാരിക്കുന്ന നിമിഷം വരെ അങ്ങനെ ഒരു തോന്നലോ ചിന്തയോ എന്റെ മനസ്സിൽ വന്നിട്ടില്ല എന്ന് സത്യം ചെയ്തു പറയുന്നു. പക്ഷെ എന്നാലും നമുക്ക് വെക്കാം സാർ, എന്തെങ്കിലും ഒരു കാലത്ത് PC ജോർജ് എന്ന രാഷ്ട്രീയക്കാരന് ആ ഒരു ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ ഇതുവരെ ആരും ചെയ്യാത്ത എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും സാർ വരുത്തുന്നത്? ഞാൻ വിദ്യാഭ്യാസ മേഖലയിലെ വലിയ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു. വിദ്യാഭ്യാസ മേഖല, ശാസ്ത്ര ഗവേഷണ മേഖലയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കണ്ടേ. അതുപോലെ തന്നെ ആദ്യം കൊടുക്കേണ്ട വസ്ത്രവും ഭക്ഷണവും വിദ്യാഭ്യാസവും, ശുദ്ധവായു കൊടുക്കണം. മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണം. മനസ്സിലായില്ലേ? ഇതൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിപ്പോ ഏത് സ്ഥാനത്തിരുന്നാലും ഈ ഇനം കാര്യങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഭഗീരഥ പ്രയത്നമായിരിക്കും എന്റെ ഭാഗത്തുണ്ടാകുക. PC ജോർജിന്റെ രാഷ്ട്രീയ ജീവിതം വഴി കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന് ഞങ്ങൾക്ക് മലയാളികൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് സാർ. അങ്ങനെ ഒരു അവസരം ഞാൻ ഉണ്ടാക്കും, ഒരു സംശയം വേണ്ട. അപ്പൊ ആ ഒരു ശുഭപ്രതീക്ഷ ഞങ്ങൾക്ക് വെക്കാം. തീർച്ചയായും. ഈ അഭിമുഖം അവസാനിക്കുന്നതിന് മുന്നേ ഈ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളോടും സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ഒന്നാണ്. ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും മലയാളിയാണോ അവർ ഒന്നാണ്. നമുക്ക് ഒരു സംസ്കാരത്തിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ ലോകത്ത് എവിടെ ചെന്നാലും നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത് പോലെ, ക്രിസ്തുമത ആഘോഷിക്കുന്ന പോലെ, ബക്രീദ് ആഘോഷിക്കുന്ന പോലെ നമ്മുടെ മതസൗഹാർദ്ദവും നിലനിർത്തി ഒരേ കുടുംബം എന്നതിൽ നമ്മുടെ ഒരു കുടുംബമാണ്. ആ ചിന്താഗതി പോകണം. കേന്ദ്ര ഗവൺമെന്റ്, ഇപ്പൊ ഞാൻ ഒളിച്ചു വെക്കാതെ, കേന്ദ്ര ഗവൺമെന്റ് നയത്തോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്തെ രക്ഷിച്ചെടുക്കാൻ ഇവർക്ക് ആർക്കും കേന്ദ്ര ഗവൺമെന്റിന് സൗകര്യമില്ല. അവരിപ്പോഴും നമ്മളെ മദ്രാസികളെന്നാണ് വിളിക്കുന്നത്. അപ്പൊ മലയാളികളുടെ മാന്യത ലോകത്തിന് മുമ്പിൽ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഏത് അവസരവും മലയാളി എന്ന നിലയിൽ തന്നെ അത് ഉയർത്തിക്കാട്ടണം. മദ്രാസി ആവരുത്. ഇംഗ്ലീഷ് മാത്രം പറഞ്ഞ് മലയാളത്തെ പുച്ഛിക്കരുത്. മലയാളം എന്ന് പറയുന്നതിന്റെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ മക്കൾക്ക് മലയാളം പറഞ്ഞു കൊടുക്കണം. മലയാളം സംസാരിക്കാൻ മക്കളെ പഠിപ്പിക്കണം. ഇംഗ്ലീഷും അറബിയും തെലുങ്കും ഒക്കെ പഠിക്കുന്നതൊന്നും എനിക്കെതിരില്ല, സന്തോഷമാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ മലയാളം അതിനോട് സ്നേഹം ഉണ്ടാവണം. അങ്ങനെ നമ്മുടെ എപ്പോഴും പറയാറുണ്ടല്ലോ, കേരളം എന്ന പേര് കേൾക്കുമ്പം തിളക്കണം ചോര ഞരമ്പുകളിൽ. മനസ്സിലായില്ലേ? അത് കവി പാടിയതാണ്. അതുപോലെ ആയിരിക്കണം മലയാളം ലോകത്തെവിടാണെങ്കിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ പവർഫുൾ ആയിട്ടൊരു മെസ്സേജ് തന്നെയായിരുന്നു സാർ അത്. തന്റെ വിലയേറിയ സമയത്തിൽ നിന്നും ഒരു അല്പനേരം മലയാളി FM-ലെ ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഈ പ്രോഗ്രാമിന് വേണ്ടി സാർ ചിലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. താങ്ക് യു വെരി മച്ച്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും പ്രത്യേകമായ നന്ദിയും അതോടൊപ്പം റംളാൻ ആശംസകളും. അറിയാമല്ലോ, ശബരിമല സീസൺ, അതിന്റെ ആശംസകൾ. പ്രധാനപ്പെട്ട സെന്റ് തോമസ് ഡേ കടന്നുപോയി. അതുപോലെ എല്ലാ ആശംസകളും ലോകത്തിലെ മുഴുവൻ മലയാളികൾക്കുമായി, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് മുഴുവനുമായി വളരെ സ്നേഹത്തോടുകൂടി സമർപ്പിക്കുകയാണ്. So that was Sri PC George, uncut and uncensored.
ശ്രീ പി സി ജോർജിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ ഇന്നത്തെ എപ്പിസോഡോട് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. വിട പറയുന്നതിന് മുന്നേ 1-2 കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് എന്ത് ഫീഡ്ബാക്കോ സജഷൻസോ ഉണ്ടെങ്കിലും എന്നെ ഇമെയിൽ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ഒരു ഡെഡിക്കേഷൻ പ്ലേ ചെയ്യുന്നെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫോൺ ഇൻ കോളറായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ ജസ്റ്റ് ഇമെയിൽ മീ. എൻ്റെ ഇമെയിൽ ID is manjit@malayalifm.com. It's manjith@malayalifm.com. സോ നിങ്ങളെല്ലാവരും ഞാൻ വെറും കൈയോടെ വിടുന്നില്ല. ഐ എം ലിവിംഗ് യു ഓൾ വിത്ത് ദിസ് റീമേക്ക് വേർഷൻ ഓഫ് എ ഗോൾഡൻ സോങ് വിത്ത് വിനീത് ശ്രീനിവാസൻ മാജിക്കൽ ടച്ച്. സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ ജസ്റ്റ് റിമെമ്പർ വൺ തിങ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, എൻജോയ്. സോ ഇനി കണ്ടുമുട്ടുന്നതുവരെ കേട്ടുമുട്ടുന്നതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. തിന്നലും മകളെയോ കുഞ്ഞു തുമ്പി തമ്പുരുമിട്ടിയോ, ഉള്ളിലെ മാമയിൽ നീലപ്പീലികൾ വീശിയോ. എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്ന്